നിങ്ങൾ കരിയറിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നവരാണ്, എന്താണ് കരിയറിലൊരു ഗൈഡൻസ്, ഒരു സൈൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഞാൻ ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 333 കാണാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ 333 ഒരു കൺഫർമേഷനായിട്ട് എടുക്കാം. ഇതൊരു 333 മെസ്സേജായിട്ടും ഒരു കരിയർ മെസ്സേജായിട്ടാണ് പോകുന്നത്. സോ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? എന്താണ് നിങ്ങൾക്ക് കരിയറിലുള്ള ഗൈഡൻസ്? ഓക്കെ, എനിക്ക് മുന്നേ ഷഫിൾ ചെയ്തപ്പോഴും സെയിം കാർഡ് തന്നെയാണ് വന്നത്. 7 ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, സൺ കാർഡ് ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കരിയറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂ കരിയർ നോക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കരിയർ ഇല്ലാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുകളായിരിക്കാം. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. കുറേ അധികം നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫ്സോടുകൂടെ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു സ്റ്റക്ക് ഫേസിലാണ്. നിങ്ങൾ തന്നെ സ്റ്റക്ക് ഫേസായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റക്ക് ഫേസാണ്. കാരണം ഇത് കണ്ടോ, നിങ്ങൾ തന്നെയാണ് കെട്ടിയിട്ടേക്കുന്നത്. നിങ്ങളുടെ തോട്ട്സിലും നിങ്ങളുടെ പാസ്റ്റ് എന്തൊക്കെയോ കാരണങ്ങളിൽ നിങ്ങൾ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ്റെ സമയമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊരു റൈറ്റ് ചോയ്സ് എടുക്കണം. റൈറ്റ് ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് ബിലീഫ്സിൽ പെട്ടിരിക്കാണ്ട് റൈറ്റ് ചോയ്സ് എടുക്കുക. റൈറ്റ് ചോയ്സ് എടുത്ത്, കാരണം കുറേ ചോയ്സസും കുറേ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഇന്നർ ഫീലിംഗ്, ഇന്നർ സോൾ കോളിംഗ് കേൾക്കുക, റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക. ആൻഡ് നിങ്ങൾക്കൊരു സൺ കാർഡ് മീൻസ് സക്സസ്, ന്യൂ ബിഗിനിങ്സ്, കരിയറിലൊരു പോസിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് ഹാൻഡ് മെയ്ഡ് കാർഡ്സിലും എക്സ്പാൻഷൻ, തിങ്ക് ബിഗ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഗ്രോത്ത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ലെവലപ്പ് ചെയ്യാൻ ടൈമായി. ഇങ്ങനെ സ്റ്റക്കായുള്ള പൊസിഷനിൽ നിൽക്കാൻ പറ്റില്ല. ലെവലപ്പ് ചെയ്യാൻ ടൈമായി. മേ ബി 12 കാണുന്നവരായിരിക്കാം. ഹയർ പൊസിഷൻ, യൂണിവേഴ്സ് നിങ്ങളെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ്, അവിടെ ഒരു എൻഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻഡിങ് ഫേസ് വന്നിട്ടുള്ളത്. അത് സ്റ്റക്കായി നിൽക്കാണ്ട് യൂട്ടിലൈസ് ചെയ്യുക, ലെവലപ്പ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് അലൈൻമെൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. എന്തൊക്കെ ആക്ഷൻസിന് അതിനനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. ആൻഡ് ഡെസ്റ്റിനി നിങ്ങളുടെ സോൾ കരിയർ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താണോ മെൻറ്റ് ടു ബി കരിയർ അതായിട്ട് അലൈൻ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. സോ അതിൽ നിന്നൊരു റൈറ്റ് ചോയ്സ്, ഡെഫിനറ്റ്ലി ആക്ഷൻസ് എടുക്കുക, റൈറ്റ് ചോയ്സ് എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് തന്നെ ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു എൻഡ് മൊമെൻറ്റ് കാണുമ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കാണ്ട് എന്തായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുക. ആൻഡ് അതിൽ നിന്ന് കുറച്ച് ആലോചിച്ച് എന്തായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് നോക്കിയിട്ട് ലെവലപ്പ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് യു ആർ ഇവോൾവിങ് ഫാസ്റ്റ് ആൻഡ് യൂണിവേഴ്സ് ഇസ് അലൈനിങ് യു വിത്ത് ഹയർ പൊസിഷൻ. നിങ്ങൾ ആഗ്രഹിച്ച ഹയർ പൊസിഷൻസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അലൈൻ ചെയ്യുകയാണ്. സോ ഇറ്റ്സ് ടൈം ടു തിങ്ക് ബിഗർ. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട് എന്താണോ നിങ്ങളുടെ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ, തോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അത് നിങ്ങളുടെ ഒരു സോൾ പേർപ്പസ് നിങ്ങൾ കേൾക്കുക. ആ സോൾ പേർപ്പസ് എപ്പോഴും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ഡെസ്റ്റിനിയിലുണ്ട്. സോ അതിനുള്ള അലൈൻമെൻ്റ് ആണ്. ടെൻഷൻ അടിക്കേണ്ട, നെഗറ്റീവായി ചിന്തിക്കേണ്ട. സ്റ്റാർട്ട് ഡൂയിങ്, ഗ്രോ. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്.